സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടേതാകുന്ന അവകാശവാദമുണ്ട്. വിജയം ആഘോഷിക്കുന്നവർ, പ്രത്യേകിച്ചും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, 3 മുന്നണികളും അവരുടെ ഭാഗത്തു നിന്ന് അവരുടെ നേട്ടങ്ങൾ അവരെ കൊണ്ടുപിടിച്ച് പറയുന്നു. പ്രത്യേകിച്ചും രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ച് വലിയ ചർച്ച ചെയ്യുന്നത് എനിക്ക് വലിയ താല്പര്യമുള്ള ഒരു വിഷയമല്ല. ഞാൻ പലപ്പോഴും പാഠഭേദത്തിൻ്റെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, ദൈവരാജ്യമാണ് എൻ്റെ രാഷ്ട്രീയം. ഏതാണ്ട് 2 ആഴ്ച മുമ്പ് പെന്തക്കോസ്തുകാർക്ക് രാഷ്ട്രീയത്തിൽ ഇടപെടുവാൻ കഴിയുമോ, ഇടപെടണമോ എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമായി വ്യക്തമായിട്ട് എൻ്റെ നിലപാട് ഞാൻ വ്യക്തമാക്കിയതാണ്. അന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഈ SNDPO NSSO ഒക്കെ ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാമുദായിക സംഘടന ചെയ്യുന്നത് പോലെ, ഏതെങ്കിലും ഒരു പെന്റിക്കോസ്റ്റൽ ചർച്ച് ഞങ്ങൾ ഈ വർഷം ഇന്ന പക്ഷത്തെയാണ് പിന്തുണയ്ക്കുന്നതെന്ന് ഒരിക്കലും പറവാൻ പാടില്ല. അങ്ങനെയുള്ള രാഷ്ട്രീയ ഇടപെടലുകൾക്കല്ല പെന്റിക്കോസ്റ്റൽ സമൂഹത്തെ ദൈവം വിളിച്ചിരിക്കുന്നത്. നാം ദൈവരാജ്യം എന്ന രാഷ്ട്രീയം മുൻപിൽ നിർത്തി ദൈവരാജ്യം വരണമേ എന്ന പ്രാർത്ഥനയുമായി കഴിയേണ്ടവരാണ്. ഭൂമിയിൽ ആരൊക്കെ ഭരിച്ചാലും ഈ നാടൊന്നും നന്നാക്കുവാൻ പറ്റുകയില്ല. യേശു കർത്താവ് ഭരിക്കുന്ന നല്ല ദിനങ്ങളാണ് നമ്മുടെ പ്രതീക്ഷ എന്ന എൻ്റെ നിലപാട് ഒരു പ്രാവശ്യം കൂടെ ഉറപ്പാക്കിക്കൊണ്ടാണ് ഈ പാഠഭേദം ഞാൻ ചെയ്യുന്നത്. കാരണം പാഠഭേദം ചെയ്യുമ്പോൾ ആളുകൾ ആദ്യത്തെ തമ്പനയിൽ കണ്ട്, സെൻറ്റൻസുകൾ കണ്ട്, ആദ്യത്തെ വാചകങ്ങൾ കണ്ട് അവർ പെട്ടെന്ന് കമൻ്റ് ഇട്ടിട്ട് പോകും. ഒരുപക്ഷെ ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് കേൾക്കാനുള്ള ക്ഷമ പോലും ആളുകൾക്ക് കാണുകയില്ല. അതുകൊണ്ട് ഞാൻ പഠിച്ച ഒരു പാഠഭേദം പറഞ്ഞതിലൂടെ ഞാൻ പഠിച്ച ഒരു പാഠം, നമ്മുടെ ആളുകൾക്ക് ക്ഷമ കുറവായതുകൊണ്ട് ആദ്യമേ കാര്യം പറയണം, അവസാനത്തേക്ക് വെക്കരുത് എന്ന ഒരു പാഠം ഞാൻ പഠിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ അനുഭവം അങ്ങനെ ആയതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞ് തുടങ്ങുകയാണ്. ഇങ്ങനൊരു പാഠഭേദം ചെയ്യുവാൻ കാരണം, ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ കണ്ട കുറേ ചിത്രങ്ങളാണ്. പല മാധ്യമങ്ങളിലൂടെ ചിത്രങ്ങൾ വരുന്നു. പ്രത്യേകിച്ചും ജയിച്ച പെന്തക്കോസ്തുകാരുടെ നീണ്ട നിര, അവർക്ക് അനുമോദനങ്ങൾ അറിയിച്ചുകൊണ്ട് സഭകൾ, സംഘടനകൾ ഒക്കെ പ്രസിദ്ധീകരിക്കുന്ന പോസ്റ്ററുകൾ കാണുവാൻ ഇടയായിത്തീർന്നു. ഞാൻ ഒന്ന് ഞെട്ടി, ഇത്രയും പെന്തക്കോസ്തുകാർ ഇപ്രാവശ്യം ഇലക്ഷനിൽ നിന്നോ എന്ന് അത്ഭുതത്തോടുകൂടെ ഞാൻ ചിന്തിച്ചു. കാരണം മുൻപൊന്നും ഇല്ലാത്തവണ്ണം അത്രയധികം പെന്തക്കോസ്തുകാർ ജയിച്ചു കയറിയ ഒരു ഇലക്ഷനാണ് ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ എന്ന് എനിക്ക് തോന്നുന്നു. ജയിച്ചവരുടെ ലിസ്റ്റ് തന്നെ ഇത്രയും വലുതാണെങ്കിൽ തോറ്റതിലും പെന്തക്കോസ്തുകാർ നിശ്ചയമായിട്ട് കാണും, എല്ലാ പാർട്ടിയിലെ ആളുകളും കാണും. അങ്ങനെയാണെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ പണ്ടത്തെ പോലൊന്നുമല്ല. ഫിനി പാസ്റ്റർ പ്രസംഗിക്കുന്ന ദൈവരാജ്യം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിൽ നിന്നൊക്കെ മാറി പെന്തക്കോസ്തുകാർ സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇടപെടുന്ന ഒരു കാലം, അത് സഭയ്ക്കകത്തൊന്നും വലിയ പ്രശ്നമല്ലാത്ത, പാപമെന്ന് പണ്ട് വിളിച്ചിരുന്ന ആ ഒരു ചിന്താഗതികളൊക്കെ മാറിയ ഒരു കാലത്താണ് ഞാൻ ജീവിക്കുന്നതെന്ന് ഒരു തിരിച്ചറിവ് എനിക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ പാഠഭേദത്തിലൂടെ ഞാൻ പറഞ്ഞു, വ്യക്തിപരമായി നമ്മുടെ വോട്ടുകൾ ആർക്ക് ചെയ്യണമെന്നുള്ളത്, നമ്മുടെ സമൂഹത്തിന് മേന്മ വരുന്ന വ്യക്തികൾക്ക് വേണ്ടി വോട്ടുകൾ നമുക്ക് ചെയ്യുവാനുള്ള എല്ലാ അനുവാദങ്ങളുമുണ്ട്. സമ്മതിദാന അവകാശം നാം വിനിയോഗിക്കാനുള്ള എല്ലാ അനുവാദവും നമുക്കുണ്ട്. പക്ഷേ ഒരു പർട്ടിക്കുലർ പൊളിറ്റിക്കൽ പാർട്ടിക്ക് വേണ്ടി ഏതെങ്കിലും ഒരു സഭാ സംഘടന നേതാവ് ക്യാമ്പയിൻ ചെയ്യുന്നത് തെറ്റാണെന്നുള്ള അഭിപ്രായത്തിൽ ഞാൻ ഇന്നും ഉറച്ച് നിൽക്കുന്നു. ഇവിടെ ജയിച്ചു വന്ന പെന്തക്കോസ്തുകാരെ ഞാൻ അനുമോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പെന്തക്കോസ്തുകാർ ഇലക്ഷന് നിൽക്കരുതെന്നൊക്കെയാണ് പാസ്റ്ററുടെ അഭിപ്രായമെങ്കിലും എന്തിനാണ് അങ്ങനെ അനുമോദിച്ചത്? ഞാൻ അനുമോദിച്ചത് പെന്തക്കോസ്തുകാർ എന്ന നിലയിലല്ല. അവർ രാഷ്ട്രത്തിൻ്റെ നിർമ്മാണ പ്രക്രിയയുടെ ഭാഗമായിട്ടുള്ള, ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ടുള്ള ഇലക്ഷനിൽ അവർ നിന്നു, അവർ ജയിച്ചു, അവർക്ക് അർഹതപ്പെട്ട വിജയം അവർക്ക് കിട്ടി. അതിനകത്ത് എല്ലാ പക്ഷക്കാരുമുണ്ട്, ഇടതും വലതും സ്വതന്ത്രരും ഒക്കെയുണ്ട്. ഇനിയും അവർ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ആളായിട്ട് പ്രവർത്തിക്കാതെ എല്ലാ ജനത്തിൻ്റെയും, അത് അവർക്ക് വോട്ട് കൊടുത്തവരും കൊടുക്കാത്തവരും എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുവാൻ ഇടവരട്ടെ എന്ന് അവരെ ഓർപ്പിക്കുകയാണ്, അങ്ങനെ ആശംസിക്കുകയാണ്. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇനിയുമാണെങ്കിലും അവർ ഉൾപ്പെട്ടു നിൽക്കുന്ന ഭരണ സമിതികളിൽ അവരുടെ രാഷ്ട്രീയ ചായ്വ് അനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കുവാൻ കഴിയുള്ളൂ എന്നൊരു സങ്കടം കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു യഥാർത്ഥ ചിത്രം അറിയാവുന്നവർക്ക് എല്ലാം അറിയാം. അതുകൊണ്ട് ഇനിയുമാണെങ്കിലും അവരെ എതിർത്ത പക്ഷങ്ങൾക്കെതിരെ അവർക്ക് സംസാരിക്കേണ്ടി വരും. അത് പെന്തക്കോസ്തുകാർക്ക് ഒരു വലിയ ചലഞ്ചായിരിക്കും എന്ന് ഞാനങ്ങ് ഭയന്നു പോകുകയാണ്, സംശയിച്ചു പോകുകയാണ്. ഒരിക്കൽ ജയിച്ച് അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ ഇനിയും സത്യസന്ധമായി ദാനിയേലിനെ പോലെ ഉത്കൃഷ്ട മാനസരായി ഭരിക്കുവാൻ ഈ ജയിച്ചവർക്കെല്ലാം
കഴിയണം. അത് ഇടതോ വലതോ ഏതു പക്ഷവുമാകട്ടെ, സത്യസന്ധതയുടെ മാർഗത്തിലാകണം ഒരു പെന്തക്കോസ്തുകാരൻ മുൻപോട്ട് അവൻ്റെ കിട്ടിയിരിക്കുന്ന ആ പൊസിഷനിൽ നിൽക്കേണ്ടത് എന്ന ഒരു പെന്തക്കോസ്ത് നൈതികത അവരെ ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്. അങ്ങനെ ജീവിക്കുന്നത് ഇന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ വലിയ ചലഞ്ചാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പണ്ട് മുതലേ പറയുന്നത്, ഇതിലൊന്നും നമ്മൾ ഇടപെടാതിരിക്കുക നല്ലത്. ഏതായാലും ഇടപെട്ടുപോയി, ഇത്രയും പേർ ജയിച്ചത് നല്ലത്, നിങ്ങളെ അനുമോദിക്കുന്നു. പക്ഷേ നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടെ നിന്നില്ല എങ്കിൽ ഒരു പക്ഷേ പെന്തക്കോസ്തുകാരെന്ന നിങ്ങളുടെ ഐഡൻറ്റിറ്റി, അതിൻ്റെ സംശുദ്ധി ദാനിയേലിനെ പോലെ ഉത്കൃഷ്ട മാനസരായി ജീവിക്കേണ്ടതിൻ്റെ ആ ഒരു വെല്ലുവിളി നിങ്ങൾക്ക് ഏറ്റെടുക്കുവാൻ കഴിയാതെ പോകും. അങ്ങനെ കഴിയേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി ഉറച്ച ദൃഢ നിർണയങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനിയുള്ള നാളുകളിൽ കൂടുതൽ പെന്തക്കോസ്തുകാർ രാഷ്ട്രീയത്തിൽ വരുമെന്നൊക്കെ ഇത് കാണുമ്പോൾ നമുക്കറിയാം. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട കുറേ ചിത്രങ്ങളാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഈ ചിത്രങ്ങൾ, കുറേ ചിത്രങ്ങളുണ്ട് കേട്ടോ. ഇത് പൂർണ്ണമായ ലിസ്റ്റൊന്നുമല്ല. ഒത്തിരി പേരുടെ പേരുകൾ, ഒത്തിരി പേരുടെ ചിത്രങ്ങൾ ഇനിയും ഇതിനോടുകൂടെ ആഡ് ചെയ്യുവാൻ കഴിയും. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട കുറേ ചിത്രങ്ങൾ കാണിക്കുകയാണ്. ഇവരൊക്കെ ജയിച്ച പെന്തക്കോസ്തുകാരാണെന്ന് പറയുന്നു. ഇതിനകത്ത് ഞാൻ ശ്രദ്ധിച്ച ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് ഏതെങ്കിലും ഒരു സഭയിലെ ഒരു പ്രത്യേക ഡിനോമിനേഷനിലെ ആളുകൾ മാത്രമല്ല ഇലക്ഷന് നിന്നിട്ടുള്ളത്. ഒരുവിധപ്പെട്ട പെന്തക്കോസ്ത് മുഖ്യധാര സമൂഹങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഇലക്ഷന് നിന്നിട്ടുണ്ട്. IPCക്കാർ, ചർച്ച് ഓഫ് ഗോഡുകാർ, ഷാരോൻകാർ, അസംബ്ലീസ് ഓഫ് ഗോഡുകാർ, പിന്നെ ഇൻഡിപെൻഡൻറ്റ് ചർച്ചുകൾ, ഇവരൊക്കെ ഈ ലിസ്റ്റിൽ നിങ്ങൾ കാണുന്ന ഈ പെന്തക്കോസ്ത് വിജയികളുടെ മുഖങ്ങളിൽ ഇവരൊക്കെയുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്, ഡിനോമിനേഷന് ഇനിയും പറയാൻ പറ്റത്തില്ല ഞങ്ങൾ രാഷ്ട്രീയത്തിൽ ഞങ്ങളുടെ ആളുകൾ ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാ ഡിനോമിനേഷനും ഒരുപോലെ ഈ പ്രാവശ്യം ഈ കാര്യത്തിൽ സന്തോഷിക്കുന്നു. കാരണം അവരുടെയൊക്കെ ആരെങ്കിലും ഒരാൾ ഏതെങ്കിലുമൊക്കെ ഒരു ഭരണസമിതിയിൽ എത്തിയിട്ടുണ്ട്. ഇനിയും ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, അതായത് ഈ ജയിച്ചവരുടെ പട്ടികയിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് UDFകാരാണ്. പ്രത്യേകിച്ചും കൈപ്പത്തി അടയാളത്തിൽ ജയിച്ചവർ. അങ്ങനെ 10, 23, 24 ആളുകളുടെ പേരുകൾ ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ലിസ്റ്റിൽ നിന്ന് തന്നെ ഞാൻ തിരിച്ചെടുത്തു. ഞാൻ ഈ കാണിക്കുന്ന ആദ്യത്തെ ചിത്രങ്ങൾ മുഴുവൻ UDFകാരുടെ ചിത്രങ്ങളാണ്. എന്തുകൊണ്ടാണ് ഞാനിത് പറഞ്ഞതെന്നറിയാമോ? ഈ അടുത്ത സമയത്തൊരു വലിയ പ്രചരണമുണ്ടായിരുന്നു, പെന്തക്കോസ്തുകാർ ഇടതുപക്ഷത്താണ്, പെന്തക്കോസ്തുകാർ മുഴുവൻ ഇടത്തേക്ക് ചാഞ്ഞിരിക്കുന്നു. പിന്നെ നമ്മൾ കേട്ട ഒരു വിവാദമാണ്, UDFകാർ പെന്തക്കോസ്തുകാർക്ക് ഈ പ്രാവശ്യം സീറ്റൊന്നും കൊടുക്കുന്നില്ല, അതായത് UDFകാരോട് അപേക്ഷിച്ചിട്ടും സീറ്റ് കൊടുത്തില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. പക്ഷേ ഈ ഒരു വിജയികളുടെ ലിസ്റ്റ് കണ്ടപ്പോൾ അതിനകത്ത് എനിക്ക് അത്ഭുതം തോന്നുവാനിടയായി തീർന്നു. ഇത്രയും പെന്തക്കോസ്തുകാർ UDFൽ ഉണ്ടായിരുന്നോ? ഞാൻ കേട്ടതൊന്നും അപ്പോൾ സത്യമല്ലല്ലോ. പെന്തക്കോസ്തുകാർ മുഴുവൻ ഇടത്തേക്ക് പോയെന്ന വാദം ശരിയല്ലല്ലോ എന്ന ഒരു ചിന്ത എനിക്ക് ഉണ്ടാകുവാനിടയായി തീർന്നു. ഇനി ഒരു കാര്യം കൂടെ പറയാം, UDFൽ മാത്രമല്ല, ഇനിയും ഈ കാണുന്ന ചിത്രങ്ങൾ നല്ല ഒരു പങ്കും ഇടതുപക്ഷത്ത് ജയിച്ച പെന്തക്കോസ്തുകാരാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇടതുപക്ഷത്തോട് പണ്ട് പെന്തക്കോസ്തിനൊരു അകൽച്ചയുണ്ടായിരുന്നു. ഇന്ന് അങ്ങനൊന്നുമല്ല. കുറേ ആളുകൾ ഇടതുപക്ഷത്തിൻ്റെതായിട്ട് പെന്തക്കോസ്തുകാർ ജയിച്ചിരിക്കുന്നു. ഇനി സ്വതന്ത്രർ, അവർ കുറേ ആളുകളുണ്ട്. ഈ പറയുന്ന ചിത്രങ്ങൾ, ഞാൻ കാണിക്കുന്ന ചിത്രങ്ങളിൽ അവർ സ്വതന്ത്രരാണോ ഏതെങ്കിലും പക്ഷക്കാരാണോ എന്ന് എനിക്കറിയില്ല. അവരുടെ പോസ്റ്ററിൽ പ്രത്യേകിച്ച് അങ്ങനെ അടയാളപ്പെടുത്തലുകളൊന്നും കാണാത്തത് കൊണ്ട് ഒരുപക്ഷെ സ്വതന്ത്രരായിരിക്കാം, ഇടതായിരിക്കാം, അല്ല എങ്കിൽ വലുതായിരിക്കാം. എന്തുമാകട്ടെ, കുറേ പെന്തക്കോസ്തുകാർ ഇതാ ജയിച്ചു വന്നിരിക്കുന്നു. അതിനകത്ത് എല്ലാ സഭകളുമുണ്ട്, സംഘടനകളുമുണ്ട്, അതിനകത്ത് ഇടതും വലതുമുണ്ട്, സ്വതന്ത്രരുമുണ്ട്. പക്ഷേ ഞാൻ ഈ കൂട്ടത്തിലൊന്നും ജയിച്ചു വന്ന പെന്തക്കോസ്തുകാരനാകുന്ന ഒരു NDAക്കാരെ കാണുവാൻ ഇടയായി തീർന്നിട്ടില്ല. അതായത് BJP അനുഭാവത്തിലുള്ള ആ ഒരു പക്ഷത്തു നിന്ന് ജയിച്ച ഒരു പെന്തക്കോസ്തുകാരനെ എനിക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ തിരഞ്ഞെടുപ്പ് ഫലം കാണുമ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, നമ്മൾ മനസ്സിലാക്കി വെച്ച പല മിത്തുകളും തെറ്റാണ്. എന്താണ്? ഇതാ ക്രിസ്ത്യാനികൾ മുഴുവൻ BJPയോട് അടുക്കുന്നു. പിന്നെ മറ്റൊരു മിത്ത്, പെന്തക്കോസ്തുകാർ ഇടതുപക്ഷത്തേക്ക് പോകുന്നു. ഇതെല്ലാം രാഷ്ട്രീയ സമയങ്ങളിൽ നമ്മൾ കേട്ട മിത്തുകൾ മാത്രമായിരുന്നു എന്ന് ഒരു തിരിച്ചറിവ് ഈ ചിത്രങ്ങൾ കാണുമ്പോൾ എനിക്ക് അങ്ങ് തോന്നിപ്പോവുകയാണ്. ഇനി ഞാൻ ഒരു 2-3 ചിത്രം കാണിക്കുകയാണ്. ഇവർ പെന്തക്കോസ്തുകാരല്ല കേട്ടോ, പക്ഷെ വ്യക്തിപരമായി എനിക്ക് വലിയ അടുപ്പവും സ്നേഹവും ഒക്കെയുള്ള ചില ആളുകളാണ്. അവർ പെന്തക്കോസ്തുകാരല്ല
എന്ന കാരണം കൊണ്ട് അവരുടെ ചിത്രം കാണിക്കരുത് എന്നൊന്നും ആരും വാദിക്കരുത്. കാരണം ആസാദി ഒരു വാർത്ത പറയുമ്പോൾ അതിനകത്ത് എൻ്റെ ഹൃദയത്തോട് അടുപ്പമുള്ള ചിലരെക്കുറിച്ച് പറഞ്ഞില്ല എങ്കിൽ അത് എങ്ങനെയാണ് ശരിയാകുന്നത്? ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെക്കാൾ അപ്പുറമായിട്ട് വ്യക്തിബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു തിരഞ്ഞെടുപ്പാണ്. പ്രത്യേകിച്ചും കുടുംബവും സ്നേഹബന്ധങ്ങളും സഭയും ഇതുപോലെയുള്ള സമുദായ ബന്ധങ്ങളും ഒക്കെ നോക്കി ആളുകൾ വോട്ട് കൊടുക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ്. എന്നാൽ ഇപ്രാവശ്യം അങ്ങനെയുള്ള വ്യക്തിബന്ധങ്ങളെക്കാൾ ഒക്കെ അപ്പുറമായി വളരെ പൊളിറ്റിക്കലി രാഷ്ട്രീയ പ്രബുദ്ധതയോടുകൂടെ ആളുകൾ വോട്ട് ചെയ്ത ഒരു തിരഞ്ഞെടുപ്പായിരുന്നു എന്നൊക്കെ പറയുന്നു. അതൊക്കെ രാഷ്ട്രീയക്കാർ വിശകലനം ചെയ്യട്ടെ. ഇനി അവസാനമായി ഞാൻ പറയുന്ന ഈ 3-4 ചിത്രങ്ങൾ എൻ്റെ വ്യക്തിപരമായ ജീവിതവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, അവരുടെ വിജയത്തിൽ ഞാൻ എന്തുകൊണ്ട് സന്തോഷിക്കുന്നു എന്നുകൂടെ പറയാം. ആദ്യം കാണുന്ന ഈ ഒരു ചിത്രം മേഴ്സി പാണ്ഡ്യത്ത്. വളരെ സന്തോഷം തോന്നി മേഴ്സി മാമ വിജയിച്ചു എന്ന വാർത്ത കണ്ടപ്പോൾ. മേഴ്സി മാമ കോൺഗ്രസ്സുകാരി തന്നെയാണ്. കോൺഗ്രസ്സുകാരി എന്നതിലപ്പുറമായിട്ട് മേഴ്സി മാമ ഒരു പെന്തക്കോസ്തുകാരിയൊന്നുമല്ല, ഒരു മാർത്തോമ വിശ്വാസിയാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു പെന്തക്കോസ്തുകാർ എങ്ങനെയാണ് ഒരു ആത്മീക ഉണർവോടുകൂടെ ജീവിക്കുന്നത്, അങ്ങനെ ജീവിക്കുന്ന ഒരു സഹോദരിയാണ് പ്രിയപ്പെട്ട മേഴ്സി മാമ. ഈ പല റാന്നിയിലെ കൺവെൻഷൻ സ്റ്റേജുകളിലും പെന്തക്കോസ്തുകാരെക്കാൾ തകർത്ത് പ്രസംഗിക്കുന്ന, ആത്മനിറവോട് പ്രസംഗിക്കുന്ന ഒരു നേതാവാണ് മേഴ്സി മാമ. മേഴ്സി മാമ റാന്നിയിലെ ഒരു യൂണിയൻ കൺവെൻഷനിൽ നടത്തിയ പ്രസംഗത്തിൻ്റെ ഒരു ചെറിയ ഭാഗം ഞാൻ നിങ്ങളെ കാണിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല രാത്രിക്കായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. രാത്രി ഞങ്ങൾ ഒന്നിച്ച് ഈ ആലയത്തിലായിരിക്കുന്ന കർത്താവേ, രാത്രി കൂട്ടിക്കൊണ്ടുവന്ന പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയാണ് രാത്രി സങ്കീർത്തനം വായിച്ച് ധ്യാനിക്കുവാൻ, എൻ്റെ ആരാധനയ്ക്ക് യോഗ്യനായ എൻ്റെ കർത്താവിനെ ഒന്നിച്ച് ആരാധിക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വിലപ്പെട്ട നിമിഷത്തിനായി സ്തുതിക്കുന്നു. ഇന്ന് രാത്രി കൂട്ടിക്കൊണ്ടുവന്ന ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വചനം അങ്ങയുടേതാണ്, അടിയങ്ങൾ അങ്ങയുടേതാണ്. ഇന്ന് രാത്രി എഴുതപ്പെട്ട അതേ ആത്മാവിൽ മനുഷ്യ ശബ്ദം കേട്ട് കുടുങ്ങിയ അടിയങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി സംസാരിക്കേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അബ്രഹാം വിറക് കീറി എടുത്തുകൊണ്ട് യാഗത്തിന് വേണ്ടി പോയതായി നാം അവിടെ വായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അബ്രഹാം ബാല്യക്കാർ മകനുമായി കടന്നു പോകുന്നു. 3 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം അബ്രഹാം ദൂരെ നിന്ന് ദേശം കണ്ടു. ബാല്യക്കാരെ അവിടെ നിർത്തിയിട്ട് അടുത്ത വാക്യമാണ് പ്രധാനം. നിങ്ങൾ ഇവിടെ നിൽക്കണോ, ഞാനും മകനുമായി പോയി ആരാധന കഴിച്ചു വരാം. ഹല്ലേലൂയ. അബ്രഹാമിന്റെ വിശ്വാസം ഇന്ന് രാത്രി ഓർക്കണം പ്രിയപ്പെട്ടവരെ. തൻ്റെ മകനുമായി പോകുന്ന ഒരു പിതാവിന്റെ യാത്ര, ആ ബാല്യക്കാരെ നിർത്തിയതിനു ശേഷം മകനും അപ്പനും കൂടെ കടന്നു പോകുന്നു. വിറക് കെട്ടി മകന്റെ തോളിൽ വെച്ചു. പിതാവ് കത്തിയും തീയും കയ്യിലെടുത്തു എന്നാണ് നാം ഇവിടെ വായിക്കുന്നത്. തീ പരിശുദ്ധാത്മാവാകുന്ന തീ, പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അപ്പൻ തീയെടുത്തു, കത്തിയെടുത്തു. ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ സന്ധി മഞ്ഞകളെ തുളച്ചു ചെല്ലുന്ന ദൈവത്തിന്റെ വചനവുമായി പ്രിയ മകനുമായി അബ്രഹാം യാത്ര പോകുന്നു. ഹല്ലേലൂയ. അപ്പന്റെ മോന്റെ യാത്രയിൽ നമുക്കൊക്കെ കുഞ്ഞുങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് മേഴ്സി മാമ പെന്തക്കോസ്തുകാരിയാണോ എന്ന് ചോദിച്ചാൽ ചില പെന്തക്കോസ്തുകാരെങ്കിലും പറയും ഞങ്ങളെപ്പോലെ തന്നെ ഒരു പെന്തക്കോസ്ത് ഉണർവുള്ള ഒരു സഹോദരിയാണ് മേഴ്സി മാമ. അതൊന്നുമല്ല എന്നെ സന്തോഷിപ്പിച്ചത് കേട്ടോ. 10-32 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സജീവ രാഷ്ട്രീയമൊക്കെ വിട്ട് ക്യാമ്പസ് പൊളിറ്റിക്സൊക്കെ ഉപേക്ഷിച്ച്, ഞാൻ പറഞ്ഞല്ലോ ഇന്ന് എനിക്ക് പൊളിറ്റിക്സ് ഇല്ല, ദൈവരാജ്യമാണ് എൻ്റെ പൊളിറ്റിക്സ്. അങ്ങനെ ക്യാമ്പസ് പൊളിറ്റിക്സൊക്കെ ഞാൻ ഉപേക്ഷിച്ച് ക്രിസ്തീയ ഒരു ശുശ്രൂഷകനായി മാറിയ എൻ്റെ കോളേജ് വിദ്യാഭ്യാസ കാലം, കൃപാവരങ്ങളിലൊക്കെ ശുശ്രൂഷിക്കാൻ തുടങ്ങിയ കാലം, ഉണർവ് യോഗങ്ങളിൽ പ്രസംഗിക്കാൻ തുടങ്ങിയ കാലം, അന്ന് മേഴ്സി മാമയുടെ വീട്ടിൽ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനകളിൽ ഇടയ്ക്കൊക്കെ മേഴ്സി മാമ അവരുടെ വീട്ടിൽ പ്രാർത്ഥനകൾ വെക്കുമായിരുന്നു. അതിന് ഡിനോമിനേഷൻ ഒന്നുമില്ല, പെന്തക്കോസ്തുകാരുടെയും മാർത്തമക്കാരുടെയും മീറ്റിംഗ് ഒന്നുമല്ല. ആത്മാവിൽ ആരാധിക്കാനും സ്തുതിക്കാനും പ്രാർത്ഥിക്കാനും ഉണർവിൻ്റെ യോഗങ്ങൾ മേഴ്സി മാമയുടെ വീട്ടിൽ നടക്കുമായിരുന്നു. ആ യോഗങ്ങളിൽ പലപ്പോഴും പ്രസംഗിക്കാൻ, ശുശ്രൂഷിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. മേഴ്സി മാമ എന്നെ വിളിച്ച് അവരുടെ വീട്ടിൽ ആ ഉണർവ് യോഗങ്ങളിൽ പ്രസംഗിപ്പിച്ചിട്ടുണ്ട്. അന്ന് ഫിന്നിയെ ഒരു ശുശ്രൂഷകനായിട്ടൊന്നും അധികം ആളുകൾക്ക് അറിയില്ല. നമ്മുടെ സഭകളിലൊന്നും വേദി കിട്ടാൻ അന്ന് തുടങ്ങിയിട്ടില്ല. പെന്തക്കോസ്ത് ഉപവാസ പ്രാർത്ഥനകൾക്കോ ഉണർവ് യോഗങ്ങൾക്കോ എനിക്ക് വേദി കിട്ടാൻ
തുടങ്ങുന്നതിന് മുമ്പേ പിച്ച വെച്ച് ശുശ്രൂഷയിൽ മുന്നേറുന്ന ഒരു കാലത്ത് ആദ്യമായിട്ട് പ്രസംഗിച്ചതും പ്രവചിച്ചതും ആ വീട്ടിലെ യോഗങ്ങൾക്കൊക്കെയാണെന്ന് ഉള്ളത്. ആ വീടുമായിട്ട് മെഴ്സിമാമയുമായിട്ടുള്ള ഒരു വ്യക്തിബന്ധം. ഞാൻ പ്രത്യേകം ഈ ഇലക്ഷൻ്റെ റിസൾട്ട് കഴിഞ്ഞപ്പോൾ ആദ്യം ചെക്ക് ചെയ്തത് മേഴ്സിമാമ ജയിച്ചോ. അപ്പോൾ മാർത്തോമാക്കാരിയാണെങ്കിലും പെന്തക്കോസ്തിൻ്റെ ഉണർവോടുകൂടെ ജീവിക്കുന്ന ഒരു ആത്മനിറവുള്ള മേഴ്സിമാമ ജയിച്ചത് കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. രണ്ടാമത് എനിക്ക് സന്തോഷം തോന്നിയ മറ്റൊരു ചിത്രം അനി വെലികാലായിലാണ്. എൻ്റെ വീട് റാന്നിയിലെ ഞങ്ങൾ താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് 100, 200, 300 മീറ്റർ മാത്രം ദൂരെയുള്ള വീടാണ് അനി വെലികാലായിലിൻ്റെ വീട്. അനി വെലികാലായിൽ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ അദ്ദേഹത്തെ അനിയങ്കൾ എന്നായിരുന്നു വിളിക്കുന്നത്. അന്ന് അദ്ദേഹം ചെറുപ്പമാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എപ്പോഴും പോകുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ സഹോദരിമാരുടെയൊക്കെ മക്കൾ അദ്ദേഹത്തെ അങ്കിളെന്ന് വിളിക്കുന്നത് കൊണ്ട് ഞാനും അദ്ദേഹത്തെ ചെറുപ്പക്കാരനാണെങ്കിലും അനിയങ്കളെ എന്നായിരുന്നു വിളിക്കുന്നത്. അനിയങ്കൾ. അദ്ദേഹം അന്നേ ചെറുപ്പമാണ്, പക്ഷേ അന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കൊച്ചുകുട്ടികൾ അങ്കിളെ എന്ന് വിളിക്കുന്നത് കേട്ടപ്പോൾ ഞാനും അങ്ങനെ ആയിരുന്നു വിളിക്കുന്നത്. ഏറ്റവും വലിയ ബന്ധം അനി വെലികാലായിലിൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ട് എപ്പോഴും പോവുകയും അതുപോലെ തന്നെ ആ അനിയങ്കളിൻ്റെ മക്കളെയൊക്കെ ട്യൂഷൻ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കോളേജ് വിദ്യാഭ്യാസ കാലം എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ അയൽവക്കത്ത് നിന്ന് വിജയിച്ച അനി വെലികാലായിൽ അദ്ദേഹം മാർത്താമക്കാരനാണ്. പക്ഷേ എനിക്കതൊന്നും പ്രശ്നമല്ല കേട്ടോ. പെന്തക്കോസ്റ്റുകാരുടെ മാത്രം പിക്ചർ കാണിക്കുന്ന ഒരു ഇടുങ്ങിയ മനസ്സുള്ള പെന്തക്കോസ്റ്റുകാരനാകാൻ എന്തോ എനിക്ക് കഴിയുന്നില്ല. നമ്മുടെ ചുറ്റും കുറേ നല്ല മനുഷ്യരുണ്ട് കേട്ടോ. അവരൊക്കെ വിജയിച്ചതിൽ നമുക്ക് സന്തോഷമുണ്ട്. അപ്പോൾ അനി വെലികാലാലിൻ്റെ വിജയത്തിൽ ഞാൻ സന്തോഷിക്കുകയാണ്. ഇനിയും ജയിച്ചവരുടെ ചിത്രങ്ങളിൽ അടുത്ത ഒരു ചിത്രം ഷിബു ശാമുവേൽ എന്ന് പറയുന്ന ഞങ്ങളുടെ നാടിൻ്റെ അയൽ നാട്ടുകാരൻ, മണ്ണാർത്തറക്കാരനാണ്. അദ്ദേഹം പെന്തക്കോസ്റ്റുകാരനൊന്നുമല്ല, പക്ഷെ ബ്രദറുകാരനാണ് കേട്ടോ. അപ്പോൾ ബ്രദറുകാരനായ ആൾ ഇലക്ഷന് എനിക്ക് തോന്നുന്നു സ്വതന്ത്രനായിട്ടാണ് അദ്ദേഹം ജയിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം ജയിച്ചതിൽ നമുക്ക് സന്തോഷിക്കേണ്ടയോ? അപ്പോൾ ബ്രദറുകാരൻ്റെ വിജയത്തിലും ഞാൻ സന്തോഷിക്കുകയാണ്. ഇനിയും ഞാൻ കാണിക്കുന്ന ചിത്രം അല്പം ഗ്രഹാതുരത്വമുള്ള, അല്പം നൊമ്പരമുള്ള ഒരു ഓർമ്മയുടെ ചിത്രമാണ്. ഇതും പെന്തക്കോസ്റ്റുകാരനൊന്നുമല്ല കേട്ടോ. ആരോൺ ബിജിലി പനവേലി, അതായത് ഞങ്ങളുടെയൊക്കെ പഴയ ബിജിലിച്ചാൻ്റെ മകൻ. ഒരുപക്ഷെ ആരോന് എന്നെ വ്യക്തിപരമായി അറിയണമെന്നില്ല. കാരണം ഞാനിപ്പോൾ ബോംബെയിലായിട്ട് തന്നെ 10-27 വർഷങ്ങളാകുന്നു. ആരോനൊക്കെ അന്ന് കൊച്ചുകുട്ടിയാണ്. ബിജിലി പനവേലി അന്ന് ഞാൻ ഈ ക്യാമ്പസ് പൊളിറ്റിക്സൊക്കെ കളിക്കുന്ന സമയത്ത് DCC സെക്രട്ടറി ആയിട്ടൊക്കെ ഇരുന്ന ബിജിലിച്ചാൻ ഒരുപക്ഷെ അന്നത്തെ റാന്നി കോളേജ് യൂണിറ്റിലെ KSUക്കാരുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയ ഒരു വ്യക്തിയാണ് ബിജിലിച്ചാൻ. ആ സമയങ്ങളിലൊക്കെ ബിജിലിച്ചാനോട് സംസാരിക്കുന്നതും ഇടപെടുന്നതുമൊക്കെ ഒരു പ്രത്യേക സന്തോഷമായിരുന്നു. ബിജിലിച്ചാന് വർഷങ്ങളായിട്ട് മക്കളില്ലായിരുന്നു. അവസാനം ദൈവം കനിഞ്ഞു കൊടുത്ത മകനാണ് ആരോൺ. ബിജിലിച്ചാൻ റാന്നിയിലെ ഒരു വലിയ നേതാവായി വളർന്ന് ഒരുപക്ഷെ റാന്നിയുടെ MLAയും കേരള നിയമസഭയിലൊക്കെ ശക്തമായൊരു സാന്നിധ്യമാകുന്നൊക്കെ അന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ബിജിലിച്ചാൻ്റെ അകാല വിയോഗം എല്ലാവരെയും വേദനിപ്പിച്ചു. ആ ഒരു നൊമ്പരം ഹൃദയത്തിലുണ്ടായിരുന്നു. ഈ പറഞ്ഞ ആരോൻ്റെ രാഷ്ട്രീയ വളർച്ചയും ഒക്കെ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് എനിക്ക് സന്തോഷം തോന്നി ആരോൻ്റെ ചിത്രം കണ്ടപ്പോൾ. അതായത് കന്നി അംഗത്തിൽ താൻ ജയിച്ചു എന്ന് കണ്ടപ്പോൾ ആ പഴയ ബിജിലിച്ചാൻ്റെ ഓർമ്മകൾ മനസ്സിലേക്ക് പിന്നെയും കടന്നു വന്നു. അതുകൊണ്ട് ഞാൻ ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് പറയുകയാണ്, പെന്തക്കോസ്റ്റുകാരുടെ മാത്രം ചിത്രം അല്ല ഞാൻ പങ്കുവെക്കുന്നത്. കുറേ നല്ല ആളുകൾ നമുക്ക് ചുറ്റും ജയിച്ചിട്ടുണ്ട്. ദൈവം അവരെല്ലാവരെയും സഹായിക്കട്ടെ. അവരൊക്കെ ഉത്കൃഷ്ട മാനസരായിട്ട് ദാനിയേലിനെ പോലെ രാജ്യഭരണത്തിൽ ഇനിയും ഏത് പാർട്ടി അവരെ വിജയിപ്പിച്ചു എന്നതിൽ അപ്പുറമായിട്ട് എല്ലാവർക്കും വേണ്ടി വിശ്വസ്തമായിട്ട് സത്യസന്ധമായിട്ട് നല്ല ഭരണം കാഴ്ചവെക്കുവാൻ ഇവരെയൊക്കെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞ വാക്കുകളിൽ നിന്ന് ഞാൻ പറയാൻ ആഗ്രഹിച്ച പാഠം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. പല പാഠങ്ങളും ഞാൻ സപ്ലിമെൻ്റലായി എന്ന് പറഞ്ഞാൽ അകത്ത് വരികൾക്കിടയിലുള്ള ആഴത്തിലുള്ള അർത്ഥമായിട്ട് മാത്രമേ പറയത്തുള്ളൂ. അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്നോട് പിണങ്ങിയിട്ടൊന്നും കാര്യമില്ല. അങ്ങനൊരു മെത്തേഡാണ് പാഠഭേദത്തിനുള്ളത്. ഈ പാസ്റ്റർമാർ പ്രസംഗിക്കുന്നത് പോലെ മനസ്സിലായവർക്കായി സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാഠഭേദം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.